ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു ബൈറസ് ലേണിംഗ് അക്കാഡമി. മീ അനന്തു. എടാ മക്കളെ, പനിയൊക്കെ ആയിട്ട് ഇരിക്കുവാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ കിട്ടിയ ഒരു സന്തോഷം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ കുറച്ച് ദിവസം നമ്മൾ പഠിച്ച ഈ മാത്സ് എന്ന് പറയുന്ന എക്സാം ഇന്ന് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. മിക്ക കുട്ടികൾക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. കാരണം ഫിസിക്സ് എക്സാമും കെമിസ്ട്രി എക്സാമും കുഴപ്പിച്ചപ്പോൾ മാത്സ് എക്സാം നമ്മൾ അത്രയും കുഴപ്പിച്ചില്ല. എങ്കിലും ചില ടഫ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ എഴുതി കാണും. അപ്പോൾ മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന +2 മാത്സ് ആൻസർ കീ 2025 ഫസ്റ്റ് പാർട്ടാണ്. ശരിക്കും ഇത് ലൈവ് സെഷനായിട്ട് നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞ് പോകാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ലൈവ് ശരിക്കും പറഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്തതാണ്, പക്ഷേ എന്തോ ആ സമയത്ത് കണക്റ്റ് ആവുന്നില്ല. സോ ഞാൻ ലൈവ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി സമയം കളയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ലൈവ് ഞാൻ വീണ്ടും ശ്രമിച്ചു നോക്കി, ലൈവ് കണക്റ്റ് ആവുന്നില്ല. എന്താണെന്ന് പറയുമ്പോൾ സ്ട്രീമിംഗ് സോഫ്റ്റ്വെയറും വൈഫൈ ആയിട്ട് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, സമയം കളയേണ്ടെന്ന് ഓർത്ത് ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്ത് ഇടാമെന്ന് വിചാരിക്കുന്നു. സോ ഇത് എഡിറ്റിംഗ് ഒന്നുമില്ല, പെട്ടെന്ന് റെക്കോർഡ് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് മക്കൾ ഇടുന്നത്. അതിനുശേഷം സെക്കൻഡ് പാർട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം പാർട്ടായിട്ട് ഇടും. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇടാം. ഓക്കെ, സമയം കളയുന്നില്ല മക്കളെ, ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ മക്കളെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ മക്കളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ. ഇതേപോലെ തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റും +1 കുട്ടികളുടെ ക്ലാസ് നമുക്ക് നന്നായിട്ട് തകർത്ത് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ, തകർത്ത് നമുക്ക് പഠിക്കാം കേട്ടോ. പിന്നെ എസ്സേ കുട്ടികൾ മക്കളെ, നിങ്ങൾ എൻ്റെ പ്രത്യേകതരം എൻ്റെ എന്താ പറയുക, എൻ്റെ വളരെയധികം ഞാൻ നോക്കിക്കണ്ടത് നിങ്ങളെയാണ്. കാരണം തോറ്റുപോയിട്ട് ഒരു ഇതുമില്ലാതെ എൻ്റെ അടുത്ത് വന്ന മക്കൾസാണ് നിങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ എക്സാം? ഇത്തവണ ജയിക്കാൻ പറ്റുമോ? ജയിക്കണം. എൻ്റെ എല്ലാ സേ കുട്ടികളും ഇത്തവണ എക്സാമിന് ജയിക്കണം. നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ അല്ല. സോ എൻ്റെ സേ കുട്ടികൾ പ്രത്യേകം കമൻറ്റ് ചെയ്യുക, ജയിക്കും സാറേ ജയിക്കും. നിങ്ങളുടെ ആ കമൻറ്റാണ് എൻ്റെ എനർജി. ഓക്കെ മക്കളെ, അപ്പം മക്കളെ നിങ്ങൾ മാക്സിമം കമൻറ്റ്സ് ഫീഡ്ബാക്കായിട്ട് രേഖപ്പെടുത്തുക. തോറ്റു പോകുകയാണ് തോറ്റു പോകുക, അല്ലെ എൻ്റെ ക്ലാസ് കൊള്ളത്തില്ല, സാറ് പറഞ്ഞൊന്നും വന്നില്ലെന്നാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം മക്കളെ. സ്നേഹത്തോടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ n നാച്ചുറൽ നമ്പറിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. f of n is equal to 2n, n element of n, then f is ഫംഗ്ഷൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ. ഈ ശരിക്കും പറഞ്ഞാൽ എക്സിൻ്റെ ടൈമിൽ നമ്മൾ പഠിച്ചതാണ്, ഇവിടെ എന്നിൻ്റെ ടൈമിൽ പറഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ആരോ ഡയഗ്രം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഞാനിവിടെ ഒരു ആരോ ഡയഗ്രം വരയ്ക്കുന്നു. സോ ആരോ ഡയഗ്രം നാച്ചുറൽ നമ്പറിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ n to n നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 അങ്ങനെ പോകുന്നു. ഇവിടെ 1 2 3 4 5 6 അങ്ങനെ പോകുന്നു. മക്കൾ ഇവിടെ നോക്കിയേ, 2n ആണ് നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2n എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സെറ്റിലുള്ള എക്സും രണ്ടാം സെറ്റിലുള്ള വൈയും ആണല്ലോ. സോ y = 2n എന്ന് പറയാം. 2n എന്നിൻ്റെ മൾട്ടിപ്പിൾ 2ൻ്റെ മൾട്ടിപ്പിൾസ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിലേഷൻ എങ്ങനെയാണ്? 1 എടുക്കുമ്പോൾ 1 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര വരും? 2 × 1. അപ്പോൾ 1ഉം 2ഉം തമ്മിലാണ് റിലേഷൻ. അടുത്ത 2ൻ്റെ റിലേഷൻ ആരാണ്? ഇവിടെ 2 ഇട്ട് കൊടുക്കുക. 2 × 2 4. അടുത്ത ഇവിടെ 3 ഇട്ട് കൊടുക്കുക. ഇവിടെ 3 ഇട്ട് കൊടുക്കുമ്പോൾ 2 × 3 6. 2 × 3 6. ഇവിടെ കാണുമ്പോഴേ മനസ്സിലായി ഒരാളുമായിട്ട് റിലേഷൻ ഉള്ളൂ അല്ലേ. സോ ഇത് 1 1 അല്ലേ. ഒരാൾക്ക് 2 പേരായിട്ട് റിലേഷൻ ഉണ്ടോ? ഇപ്പോൾ 1 തന്നെ വേറെ റിലേഷൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ 2ൻ്റെ ഇമേജ് 2 ആവുന്നുണ്ടോ? ഒരാൾ 2 പേരുടെ ഇമേജ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് 1 1 ആണ്, ഉറപ്പിച്ചു. ഓൺ 2 ആണോ? അല്ല, കാരണം ഇവിടെ കുറേ പേര് സിംഗിളായിട്ട് നിൽപ്പുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ അത് ഓൺ 2 അല്ല. ഇത് ഓൺ 2 അല്ല, 1 1 ആണ്. ഏതാണ് ഓപ്ഷൻ? ബി ആണ് ഓപ്ഷൻ. 1 1 ആണ്, ഓൺ 2 അല്ല. എഴുതി കാണും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ബൈജക്ഷൻ ആണോ അല്ലേ എന്നാണ്. സോ ഇതും അതേപോലെ തന്നെ നമുക്ക് ആരോ ഡയഗ്രത്തിൽ വരച്ച് നോക്കാം. സിമ്പിളായിരുന്നു അല്ലേ ഇത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയും ബിയും ആണ്. സോ എ എന്ന് പറയുന്നത് 1 2 3, ബി എന്ന് പറയുന്നത് 4 5 6 7. റിലേഷൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 1ഉം 4ഉം 2ഉം 5ഉം 3ഉം 6ഉം. 1ഉം 4ഉം 2ഉം 5ഉം 3ഉം 6ഉം. 1 1 ആണോ? ബൈജക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ലേ. ഇത് 1 1 ആണോ മക്കളെ? യെസ്. എന്ത് പറയാം? ഇങ്ങനെ വരച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം ഇത് 1 1 ആണ്. അപ്പോൾ എന്ത് പറയാം? എവരി എലമെന്റ് ഓഫ് എ ഹാവ് യുണീക്ക് ഇമേജസ്. എയിലെ എല്ലാവർക്കും ഓരോ ഇമേജേ ഉള്ളൂ. ദെയർഫോർ ഇറ്റ് ഈസ് 1 1.
അതുകൊണ്ട് 1 1 ആണ്. നിങ്ങളുടെ രീതിയിൽ എഴുതുന്നത്. ഇത് വരച്ച് വെച്ചാൽ തന്നെ മാർക്ക് അവിടെ വീണ് കഴിഞ്ഞു. ഓക്കെ. ഇനി ഓൺ ടു ആണോ? ഇത് വരച്ച് വെച്ചിട്ട് 1 1 ആണോ ഓൺ ടു അല്ലെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കഴിഞ്ഞു. ഓൺ ടു ആണോ? അല്ല. കാരണം 7ന് പ്രീ ഇമേജ് ഇല്ല. അപ്പം എന്ത് പറയാം? 7 ഡസൻറ്റ് ഹാവ് എനി പ്രീ ഇമേജസ് ഇൻ ബി. 7ന് പ്രീ ഇമേജ് ഇല്ല. സോ ഇത് ഓൺ ടു ആണോ? അല്ല. അപ്പോൾ ഇത് ബൈജക്റ്റീവ് ആണോ? ബൈജക്റ്റീവ് ആണോ എന്നല്ലേ ചോദിച്ചത്? അല്ല. therefore it is not bijective. therefore it is not bijective. ബൈജക്റ്റീവ് ആണെങ്കിൽ 1 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം. സോ ഇത് ബൈജക്റ്റീവ് അല്ല. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക. നമ്മൾ വിശദീകരിച്ച് വെച്ചു. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ്, ഈ ഫേസ് എ സ്ക്വയർ മെട്രിക്സ് സച്ച് ദാറ്റ് എ സ്ക്വയർ ഇസിക്കൽ ടു എ ആണെങ്കിൽ ഇത് തെളിയിക്കാനാണ്. ഇത് നിങ്ങളുടെ മിസലേനിയസ് മെട്രിക്സിലെ മിസലേനിയസിലെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാണ് തെളിയിക്കാം? 1 മാർക്കേ ഉള്ളൂ. നിങ്ങൾ എന്താ, ചിലവർ 0 എന്ന് എഴുതി വെച്ച് കാണും, ചിലവർ I എന്ന് എഴുതി വെച്ച് കാണും, ചിലവർ A എന്ന് എഴുതി വെച്ച് കാണും. എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഒറിജിനലായിട്ട് എങ്ങനെ തെളിയിക്കേണ്ടത് നോക്കാം. I + A ഹോൾ ക്യൂബ് മൈനസ് 7A. A + B ഹോൾ ക്യൂബ് നമുക്ക് അറിയാം അല്ലേ? ഓപ്പൺ ആക്കാൻ A ക്യൂബ് + 2AB സ്ക്വയർ, അങ്ങനെയല്ലേ? സോറി, 3AB². ഇവിടെ 3A സ്ക്വയർ B എന്ന് എഴുതാം ആദ്യം, പ്ലസ് 3AB² പ്ലസ് B ക്യൂബ്. അപ്പോൾ ഇവിടെ A ക്യൂബ് മൈനസ് 7A. I ക്യൂബ് എന്ന് പറഞ്ഞാൽ I തന്നെ, I² എന്ന് പറഞ്ഞാലും I തന്നെ. I ക്യൂബ് I ആണ്, I² I ആണ്. ഈ I-യുമായിട്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 1-ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ, 1 എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അപ്പോൾ I തന്നെയാണ്. ഇവിടെ 3I², 3 × 1 × 1, 3 × 1 × A, അപ്പോൾ 3A പ്ലീസ് പ്ലസ് 3A പ്ലസ് 3 × 1 × A², അപ്പോൾ 3A² പ്ലസ് അടുത്ത് A ക്യൂബ് മൈനസ് 7A. മക്കൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? A² A സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ I പ്ലസ് 3A, ഇവിടുത്തെ A² വരെ എന്തിട്ട് കൊടുക്കാം? A ഇട്ട് കൊടുക്കാം, പ്ലസ് 3A. ഈ A ക്യൂബിന് എനിക്ക് എങ്ങനെ എഴുതാടാ? A² × A എന്ന് എഴുതാമല്ലേ? അതല്ലേ A ക്യൂബ്? യെസ്, 7A. അങ്ങനെയാണ് ഇവിടെ I പ്ലസ് 3യും 3യും കൂടെ ആഡ് ചെയ്യുക അല്ലേ? 3യും 3യും കൂടെ ആഡ് ചെയ്യുക എത്ര വരും? 6A പ്ലസ് ഇവിടെ A² പകരം എനിക്ക് എന്തിട്ട് കൊടുക്കാം? A² പകരം എനിക്ക് ഇവിടുത്തെ A ഇട്ട് കൊടുക്കാം അല്ലേ? A² A സെയിം അല്ലേ? സോ ഇത് A × A എന്ന് വരും, മൈനസ് 7A. അപ്പോൾ ഇത് I പ്ലസ് 6A, A × A എന്തായടാ? A² മൈനസ് 7A. ഇത് I പ്ലസ് 6A പ്ലസ് ഇത് ഇവിടെ വീണ്ടും A² വന്നു. A² എന്ന് പറഞ്ഞാൽ എന്താണ്? A. ഇതെന്ത് വന്നടാ? I പ്ലസ് 6Aയും Aയും കൂടെ കൂട്ടി എത്രയാണ്? 7A. I പ്ലസ് 7A മൈനസ് 7A, 7Aയും മൈനസ് 7Aയും കട്ട് ചെയ്ത് കളഞ്ഞു. സോ I ആണ് നമ്മുടെ ആൻസർ. ഇത്ര എഴുതൊന്നും വേണ്ട, പക്ഷേ I എന്ന് ചുമ്മാ എഴുതിയിട്ടുള്ളവർക്കും ആ 1 മാർക്ക് കിട്ടും. ഇതെങ്ങനെ വന്നേന്ന് കാണിച്ചതെന്നാണ്, പക്ഷേ I എന്ന് ചുമ്മാ എഴുതിയാലും മാർക്ക് കിട്ടും. അതിൻ്റെ B പാർട്ട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ചുമ്മാ മെട്രിക്സ് അകത്തേക്ക് ഇൻഡ്യൂ ചെയ്താൽ മതി. മെട്രിക്സ് അല്ല, 2 അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തെഴുതുവാണ് 2 × 130x 130x പ്ലസ് x + y 0 x + y 0 1 2 equal to 8618. സോ 2 അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യുമ്പോൾ 260x പ്ലസ് x + y 0 1 2 ഈക്വൽ ടു 8618. മക്കളോട് നോക്കിയേ, ടേം സം ഇക്വേറ്റ് ചെയ്ത് ആദ്യം നമുക്ക് എക്സിൻ്റെ കണ്ടുപിടിക്കാം അല്ലേ? എക്സും 2ഉം 8ഉം. അപ്പോൾ ഇവിടെ x + 2 = 8 എന്ന് കിട്ടും. x = 8 - 2. 1 മിനിറ്റ്, 8 അല്ല, ഇവിടെ 2x ആണ് കേട്ടോ. ഇവിടെ 2x ആണ്. ഇവിടെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യാൻ ഞാൻ വിട്ടുപോയി. 2x. ഓക്കെ, 2x ഇവിടെ 2x + 8 2x + 2 = 8. പിന്നെ അതിൽ നിന്ന് 2x = 8 - 2. അപ്പോൾ 2x = 6. അപ്പോൾ x = 3 കിട്ടിയില്ലേ? യെസ്, അത് കിട്ടി. അങ്ങനെയാണ് അടുത്ത് ഇവിടെ നോക്കിയേ 2x + y 8. ആ ടേംസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വൈയുടെ വാല്യൂ കിട്ടും. 2 + x + y = 8. x 3 അല്ലേടാ? അപ്പോൾ 2 × 2 + 3 + y = 8. 3 × 2 5, 5 + y = 8.
സോ y ഈസ് ഈക്വൽ ടു 8 മൈനസ് 5, y ഈസ് ഈക്വൽ ടു 3. അപ്പോൾ എക്സും 3 കിട്ടും, വൈയും 3 കിട്ടും, കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാഫ് വന്നിട്ടാണ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 2 ഗ്രാഫ് ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ബാച്ചിലുള്ള കുട്ടികളൊക്കെ പറയാറുള്ളതാണ്. ഇങ്ങനത്തെ ഗ്രാഫ് വരുമ്പോൾ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. 0 കടന്നു പോവുകയാണെങ്കിൽ അത് സൈൻ ഇൻവേഴ്സോ ആയിരിക്കണം. പിന്നെ സൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകണം. അത് ഇൻവേഴ്സ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. ഓക്കെ, ഇൻവേഴ്സ് സൈൻ ആകുമ്പോഴത്തേക്ക് സൈൻ ആകുമ്പോൾ ഇങ്ങനെ പോകും. അത് ഇൻവേഴ്സ് ആകുമ്പോൾ എക്സിൽ കൂടെ പോകുന്ന എഴിഞ്ഞു പോകുന്ന പാമ്പ് വൈയിൽ കൂടെ പോകും. അപ്പോൾ അത് 0 പോവുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ്. യെസ്. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ്. ഇഷ്ടംപോലെ തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വരും എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ടാൻ ഇൻവേഴ്സ് 1 + √1 + x² മൈനസ് 1/x അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ്. സോ പുട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ പുട്ട് എക്സിന് പകരം ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ടാൻ ഇപ്പുറത്ത് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് x ഈസ് ഈക്വൽ ടു തീറ്റ അല്ലേ. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്ന നേരെ ഇപ്പം എന്ത് വരും ഇവിടെ മക്കളെ? ടാൻ ഇൻവേഴ്സ് √1 + tan² x മൈനസ് 1/tan തീറ്റ. tan² x അല്ല, tan² തീറ്റ. ഓക്കെ. നെക്സ്റ്റ് 1 + tan² തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം sec² തീറ്റ. അപ്പോൾ ഇവിടെ √sec² തീറ്റ എന്ന് ഇട്ട് കൊടുത്ത് കാണും -1/tan തീറ്റ. √sec² തീറ്റ എന്ന് പറയുമ്പോൾ വെറും സീക്കായില്ലേ. സോ ഇത് ടാൻ ഇൻവേഴ്സ് സീക്ക് തീറ്റ എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം /tan തീറ്റ. സീക്ക് എന്ന് പറഞ്ഞാൽ എന്താടാ? 1/cos അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് സീക്ക് എന്ന് പറയുമ്പോൾ 1/cos തീറ്റ മൈനസ് 1/tan തീറ്റ നമുക്ക് sin/cos എന്ന് എഴുതാം. sin θ/cos തീറ്റ. സോ മോളിൽ LCM എടുക്കാം. ടാൻ ഇൻവേഴ്സ് 1 - cos θ/cos തീറ്റ ഹോൾ ഡിവൈഡർ ബൈ sin θ/cos തീറ്റ. cos തീറ്റയും cos തീറ്റയും കട്ട് ചെയ്ത് കളയാം. സോ ഇത് ടാൻ ഇൻവേഴ്സ് 1 - cos θ/sin തീറ്റ. ഇനി 1 - cos തീറ്റ എന്ന് പറഞ്ഞാൽ എന്താടാ? 1 - cos തീറ്റ എന്ന് പറയുമ്പോൾ sin² തീറ്റയാണ്. sin തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 sin θ/2 cos θ/2 ഇങ്ങനെ എഴുതാം. ഇതൊക്കെ ഇഷ്ടംപോലെ തവണ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ മക്കളെ. അപ്പോൾ എന്ത് ചെയ്യാം? ടാൻ ഇൻവേഴ്സ് 1 - cos തീറ്റയ്ക്ക് പകരം 2 sin² θ/2 ബൈ ഇവിടെ 2 sin θ/2 cos θ/2. ഇവിടുത്തെ 2ഉം 2ഉം കട്ട് ചെയ്ത് കളയാം. ഒരു സൈനും കട്ട് ചെയ്ത് കളയാം. ടാൻ ഇൻവേഴ്സ് ഇത് ചെയ്ത് പഠിച്ച പോലത്തെ ഒരു എഫക്റ്റാണ് എനിക്ക്. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് വരും നമുക്ക് ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് എഴുതാം. കാരണം അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ sin/cos എന്ന് പറഞ്ഞാൽ ടാൻ. അപ്പോൾ ടാൻ θ/2 ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്ത് കളയാം. θ/2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താടാ? തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ്. സോ തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് x/2 ആണ് നമ്മുടെ ആൻസർ. ഇതാണ് സിംപ്ലിഫിക്കേഷൻ. പക്ഷെ അവിടെ 2 മാർക്കിനാണ് ചോദിച്ചത്. ശരിക്കും 4 മാർക്കിന് തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കുറച്ചുണ്ട് ചെയ്യാൻ. എന്താണെന്ന് അറിയത്തില്ല, അവർ 2 മാർക്കിനാണ് ചോദിച്ചത്. മക്കളെ ഇൻക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചത്? cos x. cos x നമുക്കറിയാം ഇങ്ങനെ പോകുന്നൊരു ഫംഗ്ഷനാണ്. x³ അനന്തമായി ഇത് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു 0 കടന്ന് ഇങ്ങനെ പോകുന്നു അല്ലേ. x² ഇങ്ങനെ പോകുന്നു, mod x ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ ഇൻക്രീസിങ് മാത്രമായിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ്? x³ ഗ്രാഫാണ്. കാരണം നമുക്കറിയാമല്ലേ ഇതിങ്ങനെ ഇങ്ങനെ പോകുന്നൊരു ഫംഗ്ഷനാണ്. കാണുമ്പോൾ അറിയാം ഡെറിവേറ്റീവ് ഇവിടെ f'(x) 0, ഇവിടെ f'(x) > 0. ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. x³ ആണ് ഇവിടുത്തെ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കാം. ഗ്രാഫിലൂടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കല്ലാതെ x³ കാണുമ്പോൾ അറിയാം ഗ്രാഫ് ഇങ്ങനെ പോവുകയാണ്. അവിടെ ഇൻക്രീസിങ് തന്നെയാണ്, മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ x³ ആണ് ഇവിടുത്തെ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ബി പാർട്ട് എന്താണ്? f(x) തന്നിട്ടുണ്ട്, x². ഇത് ലൈവിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് എന്ത് വരും എന്നുള്ളത് അല്ലേ. f'(x) എന്ത് വരുവാ? 2x - 4.
അടുത്ത സ്റ്റെപ്പിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്നിട്ട് കൊടുക്കുക. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. 2x ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4/2 2 എന്ന് കിട്ടും. ക്രിട്ടിക്കൽ പോയിന്റ് 2 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ അല്ല, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റിന് ആവശ്യമില്ല, മാക്സിമം മിനിമം. ഓക്കെ, മാക്സിമം മിനിമം അല്ലല്ലോ, ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 2 എന്ന് കിട്ടി അല്ലേ മക്കളെ? ഇവിടെ ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ ഇങ്ങനെ എഴുതണ്ട, ഞാൻ മാക്സിമം മിനിമം ചെയ്യണ പോലെ ചെയ്തതാണ്. 2x - 4 നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. ഇവിടെ 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് - 2 ഈക്വൽ ടു 0. അത് തന്നെയാണ് ഞാൻ കുറച്ചുകൂടി എളുപ്പവഴിക്ക് ചെയ്യുക കേട്ടോ. എക്സ് - 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ അതിനകത്ത് നിന്ന് എക്സ് - 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനകത്ത് നിന്ന് എക്സ് ഈക്വൽ 2 കിട്ടും. നേരത്തെ ചെയ്ത കറക്റ്റ് തന്നെ. ഞാൻ ഇങ്ങനെ എഴുതാനുള്ള കാരണം ഇത് എക്സ് - 2. ഇവിടെ നമുക്ക് 2 പുറത്തേക്ക് എടുത്താൽ 2 × എക്സ് - 2 എന്ന് എഴുതാം അല്ലേ? 2 × എക്സ് - 2. നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്. ഞാനിത് ഈ ഒരു സംഭവം ഇങ്ങനെ എഴുതണമെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാൻ നിങ്ങളോട് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു 2 × എക്സ് - 2 എന്ന് എഴുതാൻ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇവിടെ എക്സ് ഇസിക്കൽ ക്രിട്ടിക്കൽ പോയിന്റ്, ആ ഒരു പോയിന്റ് 2 എന്ന് കിട്ടി. ഓക്കെ, നമ്മളിങ്ങനെ വരച്ചു. 2 എന്ന് അടയാളപ്പെടുത്തി. ഇവിടെ -∞, ഇവിടെ ഇൻഫിനിറ്റി. 2-നേക്കാൾ ചെറിയൊരു വാല്യൂ ഇട്ട് കൊടുത്തേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എഫ് ഡാഷ് എക്സ് എന്താടാ? അതാണിത് ഇപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ 2 × എക്സ് - 2 അല്ലേ? 2-നേക്കാൾ ചെറിയൊരു വാല്യൂ ഇട്ട് കൊടുത്തേ. 0. 2-നേക്കാൾ ചെറിയ 0 ആണല്ലോ. 0 ഇട്ട് കൊടുത്തു നോക്കി എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടുമോ പോസിറ്റീവ് കിട്ടുമോ? 2 × 0 - 2 എന്ന് പറയുമ്പോൾ 2 × -2, അപ്പോൾ -4. നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇവിടെ നെഗറ്റീവ്. പോസിറ്റീവ് കിട്ടുന്നത് എവിടെയാണെന്ന് നോക്കിയേ. 2-നേക്കാൾ ഇപ്പുറത്തൊരു വാല്യൂ 3 ഇട്ട് കൊടുത്ത് നോക്കിയടാ. 3 ഇട്ട് കൊടുക്കുമ്പോൾ 2 × 3 - 2 1 പോസിറ്റീവ് അല്ലേ? സോ ഇവിടെ പ്ലസ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന ഇൻ്റർവൽ എവിടെയാണ്? ഇവിടെ -∞ തൊട്ട് 2 വരെയാണ് എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആകുന്നത്. അപ്പോൾ നമ്മൾ എഴുതി വെക്കേണ്ട ഇത്രയേ ഉള്ളൂ. എഫ് ഡാഷ് എക്സ് <0 ഓൺ -∞ to 2. Therefore സ്ട്രിക്ട്ലി ആണോ ചോദിച്ചത്? അല്ല, ഇൻക്രീസിങ്. Therefore എഫ് ഡാഷ് എക്സ്, therefore എഫ് ഈസ് ഡിക്രീസിങ് ഓൺ -∞ to 2. അതേപോലെ എഫ് ഡാഷ് എക്സ് >0 പോസിറ്റീവ് ആവുന്ന എവിടെ തൊട്ട് എവിടം വരെയാടാ? 2 തൊട്ട് ഇൻഫിനിറ്റി വരെ. 2 തൊട്ട് ഇൻഫിനിറ്റി വരെ. അതുകൊണ്ട് ഫങ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓൺ 2 തൊട്ട് ഇൻഫിനിറ്റി വരെ. ഓക്കെ ആണ്, സെറ്റാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫംഗ്ഷൻ കെ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ പൈയാണ്. പൈനേക്കാൾ ചെറുത് വരുമ്പോൾ kx + 1, പൈനേക്കാൾ വലുത് വരുമ്പോൾ cos x. ഇവിടെ കണ്ടിന്യൂസ് ആകുന്നത് എപ്പോഴെന്നാണ് ചോദിച്ചത്? കണ്ടിന്യൂസ് ആകുമ്പോൾ കെയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്? അപ്പോൾ കണ്ടിന്യൂസ് ആകണമെങ്കിൽ LHL-ഉം RHL-ഉം സെയിം ആകണം. LHL എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. പൈയുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതുന്നത് എങ്ങനെയാടാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് പൈയുടെ ഇടത് സൈഡിൽ ആരാടാ? kx + 1 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് റൈറ്റ് സൈഡിൽ cos x. എക്സിന് പകരം അങ്ങ് പൈ ഇട്ട് കൊടുക്കും. അപ്പം എന്ത് വരും? k × പൈ + 1 ഈക്വൽ ടു cos പൈ അല്ലേ? k × പൈ + 1 ഈക്വൽ ടു cos പൈ എന്ന് കിട്ടി. അപ്പോൾ k × പൈ + 1 cos പൈ എന്ന് പറയുമ്പോൾ -1. കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി. cos 180 എന്നോ cos പൈ എന്നോ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ k പൈ ഈക്വൽ ടു ഈ 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -1 k പൈ ഈക്വൽ ടു -2. സോ k എന്ന് പറയുമ്പോൾ -2/π എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റത്തേൻ്റെ ആൻസർ, -2/π. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് f(2) എന്താണെന്നാണ്. ഇച്ചിരി ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. f(2) എന്തായിരിക്കും? അപ്പോൾ അവിടുത്തെ f(x) എന്താണെന്ന് അറിയണ്ടേ മക്കളെ? പൈയുടെ വാല്യൂ എന്താ? പൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 3 അല്ലേ? 3.14 അറിയാലോ. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറത്ത് വരുമോ? പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. അതിനേക്കാളും ചെറുതെന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ. അപ്പോൾ ഇവിടെയാണ് 2 വരുന്നത്. 2ൻ്റെ നേരെയുള്ള ഫംഗ്ഷൻ ആരാണ്? kx + 1 അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ f(x) ആരാണ്? ഇവിടുത്തെ f(x) ആരാടാ? ഇവിടുത്തെ f(x) at 2 എന്ന് എഴുതാം. at 2-ൽ കുറച്ച് മനസ്സിലാകാൻ വേണ്ടിയാണ്. at 2-ൽ at x = 2 അവിടുത്തെ ഫംഗ്ഷൻ ആരാണ്?
കെ എക്സ് പ്ലസ് 1. അപ്പോൾ എഫ് ഓഫ് 2 എന്താണ്? കെ ഇൻറ്റു 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2k പ്ലസ് 1 അല്ലേ? കെയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു -2/π ഇൻറ്റു 2 പ്ലസ് 1. ഇത്ര എഴുതി കഴിഞ്ഞാൽ മാർക്കാണ്. എങ്കിലും അടുത്ത സ്റ്റെപ്പിൽ -4/π പ്ലസ് 1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. വേണമെങ്കിൽ അവിടെ LCM എടുത്തിട്ട് -4 + π/π എന്ന് എഴുതാം, നോ പ്രോബ്ലം. ഇത്ര എഴുതി കഴിഞ്ഞാൽ മാർക്കാണ് മക്കളെ. ഇവിടം വരെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഇവിടം വരെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക്. ഓക്കെ. നെക്സ്റ്റ് വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ ആണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. ഈ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ വരും. സോ അത് തന്നെ വന്നിട്ടുണ്ട്, ആ ഒരു മോഡൽ തന്നെ. കാരണം എ പാർട്ട് ചോദിച്ചിരിക്കുന്നത് മക്കളെ ഇൻ്റഗ്രൽ e⁻x f(x) + f'(x) എന്ന ആ ഒരു ഇത് വെച്ചാണ്. അതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം e⁻x × f(x) എന്ന് എഴുതാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് e⁻x × sin x അതിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ e⁻x f(x) എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ e⁻x sin x ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? സിമ്പിൾ, ഡയറക്റ്റ്. ഇനി ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഇൻ്റഗ്രൽ 0 to 1 tan 1 x by 1 + x². മക്കളെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം. കാരണം tan 1 ഡെറിവേറ്റീവോ അതിൻ്റെ ഭാഗം അവിടെ കിടപ്പുണ്ടോ? യെസ്, tan 1 ഡെറിവേറ്റീവ് 1/1 + x² അവിടെ കിടപ്പുണ്ടല്ലേ? അപ്പം നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാം. പുട്ട് tan 1 u എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് രണ്ട് സൈഡിൽ എടുക്കുമ്പോൾ 1/1 + x² dx = du അല്ലേ? അപ്പോൾ അതിനകത്ത് dx എന്ത് വരും? ഈ 1 + x² അപ്പുറത്ത് പോകുമ്പോൾ 1 + x² × du. ഞാൻ അങ്ങനെ എഴുതിക്കണ തെറ്റായിരിക്കാൻ വേണ്ടി കേട്ടോ. ഡയറക്റ്റ് ഇവിടെ ഇട്ട് കൊടുക്കാം, എങ്കിലും ഞാൻ അങ്ങനെ എഴുതിക്കണത് തെറ്റായിരിക്കാൻ വേണ്ടിയാണ്. മക്കളെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നമ്മൾ പുട്ട് കൊടുക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലിമിറ്റ് പോയിന്റ് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലാസ്റ്റ് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് tan 1 തന്നെ ഈ യുവിന് പകരം ഇട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എക്സിനെ നമ്മൾ മാറ്റി എന്താക്കി? യു ആക്കി മാറ്റി. ഓക്കെ, എക്സിനെ യു ആക്കി മാറ്റാൻ പോവാണേ. ഇവിടുത്തെ ലിമിറ്റ് പോയിന്റ് എന്താണ്? 0 to 1. അപ്പോൾ 0 എന്നുള്ള എക്സിൻ്റെ ഇത് ലിമിറ്റ് മാറാൻ പോവാണ്. അപ്പോൾ tan 1 x അല്ലേ നമ്മുടെ യു. എക്സിന് 0 എന്നിട്ട് എടുക്കുമ്പോൾ tan 1 0 എന്ന് വരും. tan 1 0 എത്രയാടാ? ടാൻ്റെ വാല്യൂ 0 കിട്ടുന്നത് 0. സോ 0 തന്നെയാണ്. ഇനി 1 എന്നുള്ളത് എന്തായി മാറുമെന്ന് നോക്കട്ടെ. 1 എന്നുള്ളത് അപ്പോൾ ഇവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ യു എന്ത് കിട്ടും? tan 1 1 എന്ന് പറയുമ്പോൾ π/4. അപ്പോൾ ലിമിറ്റ് പോയിന്റ് നമുക്ക് മാറ്റി. ഇനി സ്വസ്ഥമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇൻ്റഗ്രൽ 0 to 1 മാറി 0 to π/4 ആയി. 0 to π/4 tan 1 യു എന്നിട്ട് കൊടുത്തല്ലേ. 1/1 + x² dx. അപ്പോൾ അതെന്താവും? du ആകും അല്ലേ? വെട്ടിക്കളഞ്ഞോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ du എന്ന് കിട്ടും. യുവിൻ്റെ ഇൻ്റഗ്രൽ u²/2. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 π/4. സോ യുവിന് പകരം π/4 ഇട്ട് കൊടുക്കുക. π/4² 2. ലോവർ ലിമിറ്റ് 0 ആണ്, സോ ഇട്ട് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ π²/16 എന്ന് കിട്ടും /2. ഈ 2ഉം 16 ഇവിടെ അങ്ങ് ഇൻറ്റു ചെയ്യുക. π²/32 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. π²/32 ആണ് നമ്മുടെ ആൻസർ. റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇങ്ങനെ കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് a.b = a × b ആണെങ്കിൽ എന്താണ് നമ്മുടെ ആൻസർ എന്നാണ്. സിമ്പിൾ പരിപാടിയാണ് മക്കളെ. a.b മോഡ് = മോഡ് a × b ആണെങ്കിൽ നമുക്ക് a.b എന്ന് പറഞ്ഞാൽ എന്താ? ab cos θ. ഇവിടെ മോഡ് a മോഡ് b cos θ. a × b എന്ന് പറഞ്ഞാൽ എന്താ? ab sin θ. സോ ab sin θ. അപ്പോൾ എയും ബിയും ഇവിടുത്തെ കട്ട് ചെയ്ത് കളയാം. സോ cos θ = sin θ. കോസിൻ്റെയും സൈൻ്റെയും വാല്യൂ ഈക്വൽ കിട്ടുന്ന ആംഗിൾ ഏതാടാ? ട്രിഗ്നോമെട്രിക് ടേബിളിൽ 45 എന്ന് പറഞ്ഞാൽ 45. സോ ആൻസർ 45 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ്. എല്ലാവരും ചെയ്ത് കാണും. ബി പാർട്ട് യൂണിറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ എന്താടാ? യൂണിറ്റ് വെക്ടർ തന്നിരിക്കുന്ന വെക്ടർ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് i-k ആണല്ലേ. i-k ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? √1 സ്ക്വയർ + 1 സ്ക്വയർ. സോ √2. ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്കാണ്. അത്രയുടെ 2 മാർക്ക്. സിമ്പിൾ 2 മാർക്ക്. ഇതിനും 2 മാർക്കാണ്. നമ്മൾ tan 1 പ്രൂവ് ചെയ്തപ്പോഴും 2 മാർക്കാണ്. ഒന്ന് ഓർത്ത് വയ്ക്കുക 2 മാർക്കിൻ്റെ വ്യത്യാസം. ഇതൊക്കെ 2 മാർക്ക്, ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാനുള്ളതുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്
ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എ ഇൻട്രസ്റ്റ് ബി കണ്ടുപിടിക്കാനാണ് മക്കളെ. ഇന്ന് രാവിലെ, അതായത് 17-ാം തീയതി, ഇന്ന് എക്സാം നടക്കുന്ന 17/3/2025, ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്ത പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ മാത്രമേ ഇന്നത്തെ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളൂ. സെയിം ക്വസ്റ്റ്യൻസ് നമ്പർ പോലും മാറാതെ വന്നിട്ടുണ്ട്. സോ പി ഓഫ് എ, ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പി ഓഫ് ബി ഗിവൺ എ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് പി ഓഫ് എ ഇൻട്രസ്റ്റ് ബി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. പി ഓഫ് ബി ഗിവൺ എ എത്രയാണ്? 0.4. എ പാർട്ടാണ്. ബി ഗിവൺ എ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതാം മേലെ, ബൈ പി ഓഫ് എ. പി ഓഫ് ബി ഗിവൺ എയുടെ ഇക്വേഷൻ ആണ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ബൈ പി ഓഫ് എ എന്ന് എഴുതാം. അത് 0.4. പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി തന്നെയല്ലേ. പി ഓഫ് എ എത്രയാണ്? പി ഓഫ് എ 0.8 സിക്കൽ ടു 0.4. ഇപ്പുറത്തേക്ക് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി സിക്കൽ ടു 0.4 ഇൻറ്റു 0.8 എന്ന് പറഞ്ഞാൽ 0.32. എല്ലാവരും ചെയ്ത് കാണും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എ ഗിവൺ ബി ആണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആണ്. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.32 ബൈ പി ഓഫ് ബി എത്രയാടാ? പി ഓഫ് ബി 0.5. എനിക്ക് തോന്നുന്നു 0.64. നമ്മൾ രാവിലെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, എനിക്ക് ഓർമ്മയുണ്ട്. 0.32 ബൈ 0.5. യെസ്, 0.64. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന മൂന്നാമത്തത് ചെക്ക് വെദർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ എന്താണ് മക്കളെ? ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബിയും സെയിം ആകണം. ഇവിടെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? സി പാർട്ടിനകത്ത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓൾറെഡി കിട്ടി 0.32 അല്ലേ. യെസ്. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്താണ്? പി ഓഫ് എ എത്രയാടാ? 0.8. പി ഓഫ് ബി എത്രയാണ്? 0.5. ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.8540 40 അല്ലെങ്കിൽ 0.4. രണ്ടും സെയിം ആണോ മക്കളെ? 0.32ഉം 0.4ഉം അല്ല. അപ്പോൾ എന്ത് എഴുതി വയ്ക്കാം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. എന്തെഴുതി വയ്ക്കാം? ദെയർഫോർ എ ആൻഡ് ബി ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. സോ ഇത് ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് എഴുതി വയ്ക്കാം. മക്കൾ, ഇതാണ് 8 ക്വസ്റ്റ്യൻസ്. എത്രണ്ണം ശരിയായോ നോക്കുക. ഞാൻ പറയുന്നത് ആൻസർ തെറ്റിയെങ്കിൽ വിഷമിക്കേണ്ട മക്കളെ. നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യത്തെപ്പറ്റി ടെൻഷൻ അടിക്കാം. ഇപ്പോൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ആൻസർ ജസ്റ്റ് ശരിയായോ, എത്ര മാർക്ക് കിട്ടും എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ വിചാരിക്കുന്ന മാർക്ക് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ സേ കുട്ടികളുണ്ട്. സോ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. കിട്ടാത്ത മാർക്ക് നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, നമുക്ക് അറിയാം ഫെയിൽഡ് ആകുമെന്ന്. അങ്ങനെയുള്ളവർ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആൻസർ കീ. സോ ഇത് നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്കും കൂടെ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ടെൻഷൻ അടിക്കാതെ കൂളായിട്ടിരിക്കുക. ഇത് 3 മാർക്കിൻ്റെ സെഷനാണ്. നെക്സ്റ്റ് വീഡിയോയിൽ 4 മാർക്കിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും മക്കളെ. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. മാക്സിമം ലൈക്ക് ചെയ്യുക മക്കളെ. അതോടൊപ്പം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.